എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? അദ്ദേഹം തന്നെ ഇങ്ങനെ ഈ ഒറ്റമരത്തിൽ കുരങ്ങന്റെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് നിങ്ങളൊന്ന് ആലോചിച്ചു. വി ഡി സതീശൻ അവിടെ സർവ്വപ്രതാപത്തും കൂടി മുഖ്യമന്ത്രിയായിട്ടിരിക്കും. അദ്ദേഹം ആത്മാഭിമാനത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിപക്ഷം നേതൃസ്ഥാനം സ്വീകരിക്കാൻ പാടില്ല. യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു. മിക്കവാറും പുള്ളി ഇവരെ കൂടി പറഞ്ഞ് സഖാവ് തന്നെ നയിച്ചാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് ചാട് കയറ്റിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്പം ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ആരെങ്കിലും ചെയ്യും. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. ഇദ്ദേഹം ഈ പ്രായം, ഈ വയ്യാത്ത മനുഷ്യൻ, അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട്, പ്രായാധിക്യമുണ്ട്, അതിൻ്റെതായ പല പ്രശ്നങ്ങളുണ്ട്. ഈ പൊട്ടിത്തെറിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായിപ്പോ എന്റെ സ്ഥിതി. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഇത്ര നാളും ഛത്രചാമര പരിവീജിതനായി 40 കാറുകളുടെ, ആംബുലൻസിന്റെ, ഫയർ എഞ്ചിന്റെ, പാറ്റൻ ടാങ്കിന്റെ ഒക്കെ അകമ്പടിയോടി സഞ്ചരിച്ചിരുന്ന ആൾ വെറും ഒരു പ്രതിപക്ഷ നേതാവായിട്ട് അസംബ്ലിയിൽ വന്ന് ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന രംഗം ആലോചിക്കുക. അതിനേക്കാൾ ദയനീയമായിട്ട് വേറെ എന്തോ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങി. അത് മാത്രമല്ല, ഇദ്ദേഹം തന്നെ അവഹേളിച്ച് പുറത്താക്കിയ നമ്മുടെ ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കറായിട്ട് പുള്ളിക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കുന്ന ആ രംഗം ഒന്ന് ആലോചിച്ചു. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? ഇങ്ങനെയൊക്കെ ചെയ്ത് സത്യത്തിൽ അദ്ദേഹത്തോട് ഈ പാർട്ടി ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. പുള്ളിയെ നിർബന്ധിച്ച് അവിടെ കൂടി നിർത്തി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. അദ്ദേഹം കൂടി വോട്ട് ചെയ്താണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. ഞാനും വായിച്ചു അത് പത്രത്തിൽ. അല്ല, മനുഷ്യർക്ക് ഓർമ്മയും വെളിവൊക്കെ ഇല്ലാണ്ടായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അർഹിക്കുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ പോലീസുകാരനെ പോലെ അത്യുത്സാഹശാലികളായ കുറച്ച് പേരുണ്ട്. ഇയാളുടെ പേരിൽ നടപടി എടുക്കുന്ന അയാൾക്ക് മാത്രം. ഇതുപോലെ ഒരു സർക്കാർ നമുക്ക് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മുഖ്യമന്ത്രി പരിചയക്കാരനായ ഒരാളുണ്ട്, അതുകൊണ്ട് നമ്മൾ ആരെയും ഹിംസിച്ച് കളയാം എന്ന് ഈ മേലിൽ ആരും വിചാരിക്കും. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ പ്രഖ്യാപിച്ചത് എന്താ? ആദ്യത്തെ ക്യാബിനറ്റിൽ UDF പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ ആദ്യത്തെ തീരുമാനം ആശാ വർക്കർമാരുടെ വേതനം ഉയർത്തുന്ന. അക്ഷരം പ്രതി ഇന്ന് ചെയ്തില്ല. വി ഡി സതീശൻ അന്ന് പറഞ്ഞ പ്രസംഗം അക്ഷരം പ്രതി ഇന്ന് നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിലൊരു സംശയവും വേണ്ടല്ലോ. വാക്കുകൾക്കും വരികൾക്കും ഇടയിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അരുൺകുമാറിന് മനസ്സിലാകും. ഈ പകുതി മാത്രം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പം. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. BJPയുടെ ഉയർന്ന നേതാക്കന്മാര് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാര് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നൊക്കെ ഒരു വലിയ കുറ്റമാണെങ്കിൽ, നിർമ്മല സീതാരാമനെ കണ്ടിട്ട് KV തോമസിന് പുട്ടും കടലയും കൊടുത്ത് 6 ഏക്കറിന്റെ മധ്യസ്ഥതയിൽ പിണറായി വിജയൻ നടത്തിയ ആ സംഭാഷണത്തിന്റെ വിവരങ്ങൾ കേരളത്തോട് വിളിച്ചു പറയാൻ അരുൺകുമാറിന് പറ്റുമോ? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയാമോ? അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒളിച്ചും പാത്തും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് കാര്യങ്ങൾ പറയുന്നു, ചോദിക്കുന്നു, അതിൽ കള്ളക്കണക്ക് പറയുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ മന്ത്രിമാരോട്, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഊരുവിലക്കൊന്നുമില്ലല്ലോ. അത് പരസ്യമായി ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളത്? രഹസ്യമായിട്ട് അത്താഴ വിരുന്നിന് ക്ഷണിക്കുകയും രഹസ്യം പങ്കിടുകയും പുട്ടും കടലയും കൊടുക്കുന്നതൊക്കെയാണ് സംശയം ഉണ്ടാക്കുക. അതിന് ഉത്തരം കിട്ടാത്ത കാലത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബാലിശ്യമാണ്. എനിക്ക് BJPയുടെ പ്രതിനിധിയോട് പറയാനുള്ളത്, അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉപയോഗിക്കുമെന്നുള്ളതാണ് താങ്കളുടെ ആശങ്ക. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അനാവശ്യമായിരിക്കാം ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചികിത്സ ആവശ്യങ്ങൾ. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചികിത്സ ഒരു അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള മനുഷ്യർക്ക് ചിലപ്പോൾ അനാവശ്യമായിട്ട് തോന്നാം. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ ഒരു രോഗം വന്നാൽ, ഒരു ആശുപത്രി കേസ് വന്നാൽ ആ ഒരു മാസത്തെ എല്ലാ ജീവിതക്രമങ്ങളും താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം അടിസ്ഥാനപരമായിട്ടുള്ള പഠനങ്ങളില്ലാത്ത, നേരനുഭവങ്ങളില്ലാതെ അനാവശ്യ ചികിത്സ ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ടോടാ. അന്തസ് വേണോടാ, അന്തസ്. ഒരു പാവപ്പെട്ടവനും അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ആശുപത്രി പോയി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രി പോയി റൂമിൽ കിടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കിടക്കുന്ന സമയം കൊണ്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് അരിക്കുള്ള കൂലി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവപ്പെട്ടവർ നടക്കുന്നത്. നമുക്ക് വളരെ വിഷമം. ഇനി രണ്ടാമത്, ഈ പദ്ധതികൾ എങ്ങനെ നടപ്പാക്കും എന്നുള്ളതാണ് താങ്കളുടെ സംശയം. അത് ഞങ്ങൾ ധനകാര്യമന്ത്രിയും ധനവകുപ്പും കൂടി ചേർന്ന് ആലോചിച്ച് വേണ്ടത്ര സമയമെടുത്ത് കൃത്യമായിട്ട് അത് നടപ്പാക്കിക്കോളാം. എനിക്ക് അതിനു മുമ്പ് താങ്കളോട് ഒരു ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2 LPG സിലിണ്ടർ ഫ്രീ ആയി കൊടുക്കുമെന്ന്. 1 ഓണത്തിനും 2 ക്രിസ്മസിനും. അതുപോലെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് 2500 രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കും. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന്
ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ? അപ്പോ ഇതിനൊക്കെ ഫണ്ട് നിങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്? വെൽഫെയർ ഫംഗ്ഷൻ 3000 രൂപയായിട്ട് കൂട്ടുമെന്ന് ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? ഇതുപോലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഫ്രീ ബീസ് എന്തോ മഹത്തായ പലഹാരവും, ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനവും തെറ്റായ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ? മെയ് 15-ന് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കാമെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞത് ശിവശങ്കറിനെ തെളിയിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. മന്ത്രിസഭ അധികാരമേൽക്കാതെ, മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാതെ, ഒരു സർക്കാർ സംവിധാനം വരാതെ എങ്ങനെയാണ് KSRTC-യിൽ സൗജന്യ യാത്ര കൊടുക്കാൻ പറ്റുന്നത്? ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അത് മനസ്സിലായി. അത് മനസ്സിലാകാത്ത ആളുകൾ സമരം ചെയ്തു. എന്നിട്ട് പറയാം ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന്. ഞങ്ങൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് മെയ് 15-ന് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? താങ്കൾ പറഞ്ഞ പോലെ ചാള കൊടുക്കാതെ ചൂണ്ട കൊടുക്കണമെന്ന്. ചാളയ്ക്ക് പോലും ഗതിയില്ലാതെ ചൂണ്ട പിടിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോ ചാള ചുട്ട് കൊടുക്കേണ്ടി വരും. അവർക്ക് ആദ്യം ചൂണ്ട പിടിക്കാനുള്ള ശേഷി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഫ്രീ ബീസ് കൊടുക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ശതകോടീശ്വരന്മാരായിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മറ്റേ ലോണുകൾ എഴുതിത്തള്ളി സൗകര്യം ചെയ്തു കൊടുക്കുന്ന BJP സർക്കാരിന് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. ഈ പാവപ്പെട്ടവന് ചാള കൊടുക്കുന്നതിന്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാകില്ല. അതിന് PhD ഒന്നും വേണ്ട. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രളയം വരുമ്പോ കൊടുക്കുന്ന അരിയുടെ പണം വാങ്ങുന്ന ആളുകൾക്ക് ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തായി വള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? എല്ലാവർക്കും ചൂണ്ട പിടിക്കാൻ ശേഷിയാകുമ്പോ കൊടുക്കാൻ സാറേ ചൂണ്ട. ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഗതിയും പരഗതി ഇല്ലാത്ത മനുഷ്യർക്ക് ചിലപ്പോ ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് മറ്റേ യാത്രാ സൗകര്യം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അവരൊരു ശേഷിയിലേക്കും സമൂഹത്തിന്റെ എല്ലാവരുടെ ഒപ്പത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന സമയത്ത് അവരുടെ കൺസെഷൻസ് നമുക്ക് കുറയ്ക്കാം, ഫ്രീ ബീസ് കുറയ്ക്കാം. അന്നേരം അവർക്ക് ചൂണ്ട കൊടുക്കാം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് ഈ രാജ്യം കൂപ്പുകുത്തിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. കോവിഡിന്റെ കാലത്ത് കുറെ 20,000 കോടിയുടെ 22,000 കോടിയുടെ ഒക്കെ പാക്കേജ് പ്രഖ്യാപിച്ചല്ലോ. 20,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ച് വായിച്ചു തീർന്നപ്പോ 22,000 കോടിയായ പാക്കേജുകൾ തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. ആർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ഇനി ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ആശങ്കയാണെങ്കിൽ ഞങ്ങൾ ധവളപത്രം ഇറക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു എക്സ്റേ എന്നുള്ള രീതിയിലാണ്, ഒരു സ്കാനിംഗ് റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ്. അത് മുന്നിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും നടപ്പാക്കും. നല്ലതായിട്ടുള്ള കാര്യങ്ങൾ തുടരും. വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ മാറ്റങ്ങൾ വരും. എന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കണ്ട, ഞാൻ ഏറ്റു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.